നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് സൈബർ യുഗമാണ്. സൈബർ യുഗം എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ടെലിഫോണിന്റെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈൽ ടെലിഫോണിന്റെ കാലം തന്നെയാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാലയളവിൽ ആപ്പുകളുടെ ഒരു വലിയ മുന്നേറ്റം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ താമസിക്കുമ്പോൾ പുതുതായി ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ തന്നെ ഇവിടുത്തെ ബ്യൂറോക്രസിയിൽ ദൈനംദിന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ഉദ്ദേശിച്ച് ഞങ്ങൾ ഒരു അത്യാവശ്യ മൊബൈൽ ആപ്പുകളെ കുറിച്ചുള്ള വിശദീകരണമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ ചേർത്തിരിക്കുന്നത്. ഇതൊരുപക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ജൻസികൾക്ക് കൂടുതലായി അറിയാവുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു. എങ്കിലും അറിയാത്തവർക്കായി അവർക്ക് കൂടുതൽ എളുപ്പം ഉണ്ടാക്കുന്നതിനായി 7 അത്യാവശ്യ മൊബൈൽ ആപ്പുകളെ കുറിച്ചുള്ള ഒരു പ്രത്യേക വാർത്താ വിവരണമാണ് പറയുന്നത്. ഇതില് കടുത്ത പേപ്പർ വർക്കുകളും സങ്കീർണമായ നിയമക്കുരുക്കുകളും ഒക്കെ ജർമ്മനിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരവസ്ഥയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ പേപ്പർ വർക്കുകളിൽ കുടുങ്ങി മടുത്തോ നിങ്ങൾ മലയാളികൾ? എന്നാൽ അറിഞ്ഞിരിക്കേണ്ട 7 അത്യാവശ്യ മൊബൈൽ ആപ്പുകളെ കുറിച്ചുള്ള കാര്യമാണ് സവിശേഷതയോടുകൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത്. ജർമ്മനിയിൽ ജീവിക്കുന്ന ഏതൊരു മലയാളിയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ കാണൂ: ഇവിടുത്തെ സങ്കീർണമായ പേപ്പർ വർക്കുകളും സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടുള്ള ബ്യൂറോക്രസി. ഡിജിറ്റലൈസേഷന്റെ കാര്യത്തിൽ ജർമ്മനി ഇപ്പോഴും പല കാര്യങ്ങളിലും പിന്നിലാണെങ്കിലും പ്രവാസികളുടെ തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഔദ്യോഗിക സ്വകാര്യ ആപ്പുകൾ നിലവിലുണ്ട്. നികുതി അടയ്ക്കൽ, വിസ രേഖകൾ പരിശോധിക്കൽ, ഔദ്യോഗിക കത്തുകൾ വിവർത്തനം ചെയ്യൽ, ഡോക്ടർ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലാക്കാൻ സഹായിക്കുന്ന 7 പ്രധാന ആപ്പുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് നൽകുന്നത്. ഈ ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ജർമ്മനിയിലെ ജീവിതം പകുതി എളുപ്പമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തേത് ഹൗസ് വൈസ് ആപ്പാണ്. ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ്, അതായത് ജർമ്മനിയിൽ ഓൺലൈനായി ഏതെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുക എന്നതാണ് ഒന്നാമത്തെ കടമ്പ. ഇതിനായി ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റ് പുറത്തിറക്കിയ ഔദ്യോഗിക ആപ്പാണ് ഹൗസ് വൈസ് ആപ്പ്. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ താൽക്കാലിക താമസ അനുമതി പത്രത്തിലെ, അതായത് ഔഫെൻതാൽസ് സ്റ്റീറ്റിൽ അല്ലെങ്കിൽ ജർമ്മൻ ID കാർഡിലെ ഇലക്ട്രോണിക്സ് EID ഫംഗ്ഷൻ ഉപയോഗിച്ച് സർക്കാർ പോർട്ടലുകളിൽ സുരക്ഷിതമായി ലോഗിൻ ചെയ്യാൻ ഈ ആപ്പ് സഹായിക്കുന്നു എന്നതാണ്. ഇതിന്റെ നേട്ടം, ഈ ആപ്പ് കൃത്യമായി സെറ്റ് ചെയ്താൽ വാഹനം രജിസ്റ്റർ ചെയ്യുക, പെൻഷൻ വിവരങ്ങൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായി ബുർഗർ ആംഡിൽ നേരിട്ട് പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാം. ശ്രദ്ധിക്കുക, എല്ലാ വിദേശികളുടെയും റെസിഡൻസ് പെർമിറ്റുകളിൽ ഈ EID ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആയിരിക്കണമെന്നില്ല, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. അതിനാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വിസ കാർഡിൽ ഈ സൗകര്യം ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തണം. ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് ഇത് പ്രവാസി ഓൺലൈൻ അവിടെ ഇരുന്ന് വലിച്ചു കീറി പറഞ്ഞു ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വിസ കാർഡിൽ അല്ലെ വിസ സ്റ്റാറ്റസിൽ ഇക്കാര്യം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക വേണം. അതിന് ഞങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തത് പരിഭാഷ ആപ്പുകളാണ്. ഡീപെൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നതാണ്, അല്ലെങ്കിൽ ബയാംഡൻ ഡോയ്ച്ച് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കാം. ജർമ്മനിയിലെ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള കത്തുകൾ സാധാരണ ജർമ്മൻ ഭാഷയിലല്ല വരുന്നത്. സ്വദേശികൾ പോലും പെട്ടെന്ന് മനസ്സിലാകാത്ത ബയാംഡൻ ഡോയ്ച്ച്, അതായത് സിവിൽ സർവന്റ് ജർമ്മൻ ഭാഷ എന്നതാണ്. അതിന് അംറ്റ് ഡോയ്ച്ച് അല്ലെങ്കിൽ ഓഫീസ് ജർമ്മൻ എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ സിവിൽ സർവന്റ് ജർമ്മൻ എന്ന കഠിനമായ ഔദ്യോഗിക ഭാഷയാണ് അവർ ഉപയോഗിക്കുക. ഇതിനെ മറികടക്കാൻ 2 ആപ്പുകൾ ഫോണിൽ കരുതേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഡീപെൽ ആപ്പാണ്. ജർമ്മൻ ഭാഷയിലുള്ള കത്തുകളെയും ഔദ്യോഗിക രേഖകളെയും ഏറ്റവും സ്വാഭാവികമായ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഡീപെൽ ആണ് ഏറ്റവും മികച്ചത്. ഇതിന്റെ കൃത്യത വളരെ കൂടുതലാണ്. അടുത്തത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. ഇതാണ് മിക്ക ആളുകളും ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഔസ്ബിൽഡിങ്ങിന് വന്നിട്ടുള്ളവരും അതുപോലെ തന്നെ പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള നേഴ്സുമാരൊക്കെ തന്നെ ജോലി സമയത്ത് പോലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും അത് കൃത്യത വരുത്താൻ സാധിക്കാത്ത ഒരു ആപ്പാണ്. എങ്കിലും ഏകദേശം ഐഡിയ കിട്ടും എന്നുള്ള ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇതിലെ ക്യാമറ ഫംഗ്ഷൻ ഉപയോഗിച്ച് വീട്ടിലേക്ക് വരുന്ന കത്തുകൾക്കോ
ഫോമുകൾക്കോ നേരെ ഫോൺ കാണിച്ചാൽ നിമിഷ നേരം കൊണ്ട് അത് സ്ക്രീനിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി അല്ലെങ്കിൽ മാറി വരും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ പേപ്പർ വർക്കുകൾ ഒപ്പിടുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. എന്നാൽ കൃത്യത അതിനില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. അടുത്തത് മൈൻ എൽസ്റ്റർ പ്ലസ് ആണ്. അതായത് ടാക്സ് റിട്ടേൺ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്പാണിത്. ഇത് പലർക്കും അറിയാവുന്നതാണ്, എങ്കിലും അത് ഒരിക്കൽ കൂടി പറയുന്നു. ജർമ്മനിയിൽ ടാക്സ് റിട്ടേൺ അതായത് സ്റ്റോയർക്ലെയറും ഫയൽ ചെയ്യുക എന്നത് വലിയൊരു തലവേദനയാണ്. അത് എല്ലാ വർഷവും കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന വർഷങ്ങളിലാണ് മുൻ വർഷങ്ങളിലെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. 2 വർഷം വരെ ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷെ പിന്നീട് അത് പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ ഫൈനും ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. ഭൂരിഭാഗം പേരും ടാക്സ് ഫിക്സ് അല്ലെങ്കിൽ വണ്ടർ ടാക്സ് തുടങ്ങിയ പെയ്ഡ് ആപ്പുകളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അല്ലെ ആശ്രയിക്കുന്നത്. എന്നാൽ ജർമ്മൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക ആപ്പായ മൈൻ എൽസ്റ്റർ പ്ലസ് ഇപ്പോൾ വലിയ മാറ്റങ്ങളുമായി രംഗത്തുണ്ട്. ഇത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഇതിന്റെ സവിശേഷതകൾ പറയുമ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് ബില്ലുകൾ, ഓഫീസ് ആവശ്യങ്ങൾക്കായി വാങ്ങിയ സാധനങ്ങളുടെ രസീതുകൾ എന്നിവ ഈ ആപ്പ് വഴി ഫോട്ടോ എടുത്ത് കൃത്യമായ ടാക്സ് വർഷത്തിനനുസരിച്ച് ഡിജിറ്റലായി സൂക്ഷിച്ചു വയ്ക്കാം. അത് മാത്രമല്ല വൺ ക്ലിക്ക് ഫീച്ചർ, അതായത് 2026 നിലവിലെ വർഷം മുതൽ ടാക്സ് ഓഫീസിലുള്ള നിങ്ങളുടെ വിവരങ്ങൾ വെച്ച് ഒറ്റ ക്ലിക്കിൽ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള സൗകര്യം ഈ ആപ്പിൽ വന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇത് പെൻഷൻകാർക്കും കുട്ടികളില്ലാത്ത അവിവാഹിതരായ ജീവനക്കാർക്കും ഏകദേശം 11.5 മില്യൺ ആളുകൾക്ക് മാത്രമേ ലഭ്യമാകൂ. മറ്റ് സങ്കീർണമായ ടാക്സ് സാഹചര്യങ്ങൾക്ക് ഉള്ള പ്രവാസികൾ തൽക്കാലം പഴയ പെയ്ഡ് ആപ്പുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ആപ്പുകളാണ്. ടീക്ക അതായത് ടെക്നിക്കർ ക്രാങ്കൻ കാസെ, ആവോക്ക ആൽഗമൈനെ ഓഡ്ലിഷെ ക്രാങ്കൻ കാസെ, അതുപോലെ ബാർമർ. ചികിത്സാ രേഖകൾക്കായി ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ജർമ്മനിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് സംവിധാനം പൂർണ്ണമായും പേപ്പർ രഹിതമാക്കാൻ ഈ ആപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ടീക്ക, ആവോക്ക, ബാർമർ തുടങ്ങിയ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾക്കെല്ലാം ഇപ്പോൾ സ്വന്തമായി ആപ്പുകളുണ്ട്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ജോലി സ്ഥലത്ത് നൽകാനുള്ള സിക്ക് നോട്ടുകൾ അപ്ലോഡ് ചെയ്യാനും ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും മെഡിക്കൽ ബില്ലുകളുടെ റീഇംബേഴ്സ്മെന്റിനായി അപേക്ഷിക്കാനും ഈ ആപ്പുകൾ വഴി സാധിക്കും. ഇതിനൊരു മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇതിൽ ടീക്ക പോലുള്ള ആപ്പുകൾ ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണെന്ന്. കൂടാതെ ഈ ആപ്പുകൾ കൃത്യമായി ഉപയോഗിച്ചാൽ മെമ്പർഷിപ്പുകൾക്കും കായിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വലിയ ഡിസ്കൗണ്ടുകളും ക്യാഷ് ബോണസുകളും ലഭിക്കും. അടുത്തത് പോസ്റ്റ് ആൻഡ് DHL ആപ്പാണ്. കത്തുകൾ മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഇതുവഴി ജർമ്മനിയിൽ എത്ര വലിയ ഡിജിറ്റൽ സംവിധാനം വന്നാലും പ്രധാനപ്പെട്ട രേഖകളെല്ലാം ടാക്സ് ID, വിസ രേഖകൾ, ബാങ്ക് കാർഡുകൾ തുടങ്ങിയവ വീട്ടിലെ തപാൽ പെട്ടിയിലാണ് വരിക. അതുകൊണ്ട് തന്നെ ജർമ്മൻ പോസ്റ്റിന്റെ ഔദ്യോഗിക ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. ഇതിനെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ ബ്രീഫ് അൻകുണ്ടിഗുങ്, അതായത് ഈ ആപ്പിലെ ഏറ്റവും മികച്ച ഫീച്ചറാണ്. നിങ്ങളുടെ പേരിലുള്ള ഒരു കത്ത് പോസ്റ്റ് ഓഫീസ് വഴി പുറപ്പെടുമ്പോൾ അപ്പോൾ തന്നെ അതിന്റെ പുറംചട്ടയുടെ അതായത് എൻവലപ്പിൽ ഫോട്ടോ ഈ ആപ്പിൽ നോട്ടിഫിക്കേഷനായി വരും. ഇന്ന് വീട്ടിലേക്ക് ഏത് കത്താണ് വരാൻ പോകുന്നതെന്ന് ജോലി സ്ഥലത്ത് ഇരുന്ന് തന്നെ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഈ ആപ്പ് ജർമ്മൻ ഭാഷയിൽ മാത്രമേ ലഭ്യമാകൂ. അതിനാൽ ഇതിലെ പ്രധാന വാക്കുകൾ കൂടി ഒന്ന് ഓർത്തിരുന്നാൽ വളരെ ഉപകാരപ്പെടും. ഫെർഫോൾഗൻ, അതായത് പറയുമ്പോൾ പാഴ്സലുകൾ ട്രാക്ക് ചെയ്യാനുള്ള കാര്യമാണ് ഫെർഫോൾഗൻ എന്ന് പറയുന്നത്. അടുത്തത് പാക്ക് സ്റ്റാച്ചിയോൺ ആണ്, അതായത് ഓട്ടോമാറ്റിക് പാർസൽ ലോക്കറുകളാണ്. അടുത്തത് അപ്പോൾ കോഡാണ്, പാർസൽ ലോക്കർ തുറക്കാനുള്ള QR കോഡ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അബോ അലാറമാണ്. കരാറുകൾ കൃത്യമായി റദ്ദാക്കാൻ ജർമ്മനിയിലെ ജിം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ മൊബൈൽ കണക്ഷൻ, ഇന്റർനെറ്റ് മാഗസിനുകൾ തുടങ്ങിയ സബ്സ്ക്രിപ്ഷനുകളെ ജർമ്മൻ ഭാഷയിൽ ഇതിന് അബോ എന്ന് പറയും. ഇത് സംബന്ധിച്ച നിയമങ്ങൾ വളരെ കർശനമാണ്. കൃത്യസമയത്ത് ഇത് റദ്ദാക്കിയില്ലെങ്കിൽ അടുത്ത 1 വർഷത്തേക്ക് കൂടി അവർ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കും, ചിലപ്പോൾ 2 വർഷത്തേക്ക് കൂടി ഈടാക്കും. ഇവിടെയാണ് അബോ അലാറം സഹായിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പുതിയതായിട്ട് വന്നിട്ടുള്ള പല ആളുകളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഫോണിന്റെ പെട്രാഗ് വഴി മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അത് പുതുക്കാതെ വരികയോ ഓട്ടോമാറ്റിക് പുതുക്കി വരികയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പിന്നീട് ഒത്തിരി തുക നൽകേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ പലരും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കൃത്യത മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് നിർത്തേണ്ടടുത്ത് നിർത്താതെ അത് തുടർന്നുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് പണം നഷ്ടമായിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ പ്രയോജനം ലഭിക്കും. ഇതിന്റെ ഉപയോഗം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിയമപരമായി സാധുതയുള്ള കരാർ റദ്ദാക്കൽ കത്തുകൾ അല്ലെങ്കിൽ ഈ ആപ്പ് സ്വയം നിർമ്മിച്ചു നൽകിയിട്ടുള്ള കമ്പനികൾക്ക് അയച്ചു നൽകുകയും അതിന്റെ തെളിവ് നിങ്ങൾക്ക് തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആപ്പ് വളരെ ഉപകാരപ്രദമാണ്. ഈ അലാറം ഫീച്ചറിൽ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങളുടെ കരാർ അവസാനിക്കുന്ന തീയതി ഇതിൽ രേഖപ്പെടുത്തിയാൽ കാലാവധി തീരുന്നതിന് മുമ്പ് എപ്പോൾ കരാർ റദ്ദാക്കണം എന്ന ആപ്പ് കൃത്യമായി അലാറം അടിച്ച് ഓർമ്മിപ്പിക്കും. ഇതുവഴി ആയിരക്കണക്കിന് യൂറോ നിങ്ങൾക്ക് ലാഭിക്കാനും സാധിക്കും. ഇനി അവസാനത്തത് ഡോക്ടോ ലിബ് ആണ്. ഇത്
ഇതിപ്പോൾ പ്രചാരം നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഡോക്ടറുടെ അടുത്ത് അപ്പോയിന്റ്മെന്റിന് വിളിക്കുമ്പോൾ ഒക്കെ തന്നെ ചിലപ്പോൾ അടുത്ത വർഷത്തേക്കായിരിക്കും നമുക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത്. എന്നാൽ ഡോക്ടർ ലിബ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. ഞങ്ങളും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡോക്ടർ അപ്പോയിന്റ്മെന്റുകൾക്ക് ജർമ്മനിയിൽ ഒരു ഡോക്ടറെ ഫോണിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നത് ഭാഷാ പ്രശ്നം കാരണം മലയാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിനുള്ള ഏറ്റവും മികച്ച ഒരു പരിഹാരമായിട്ടാണ് ഡോക്ടർ ലിബ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് ആവശ്യമുള്ള ജനറൽ ഫിസിഷ്യൻസ്മാരെയോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെയോ നിങ്ങളുടെ പ്രദേശത്തിനനുസരിച്ച് തിരയാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് ഭാഷ ഫിൽട്ടർ ആണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഡോക്ടർമാർ എന്ന ഫിൽട്ടർ ചെയ്ത് തിരയാൻ ഇതിൽ സൗകര്യമുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ നേട്ടം ഒന്നുകൂടി പറഞ്ഞാൽ ആപ്പിന്റെ മെനുകളും ബുക്കിംഗ് സ്റ്റെപ്പുകളും പൂർണ്ണമായും ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മിനിറ്റുകൾക്കകം ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ ബുക്ക് ചെയ്ത് എടുക്കാൻ സഹായിക്കും. ഇനിയും എല്ലാവരും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആപ്പുകളെല്ലാം ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലെ റീജിയൻ ജർമ്മനി എന്ന് മാറ്റേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ജർമ്മൻ ബ്യൂറോക്രസിയെ സ്മാർട്ടായി നേരിടാൻ ഈ പറഞ്ഞ തരത്തിലുള്ള 7 ആപ്പുകൾ ഇന്ന് തന്നെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാകുമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ എളുപ്പമായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.